കർത്താവിന്റെ അതിപരിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രഭാതത്തിലും ഈ ദൈവവചനമാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ദൈവവചനം പറയുന്നത് എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്നുള്ളതാണ്. ഇന്ന് സംഗീതക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത് എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നമ്മുടെ സർവ്വ അന്തരങ്ങൾ കൊണ്ടും സർവാന്തരം നമ്മുടെ ശരീരം മുഴുവനായി അല്ലേലിയ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഒരനുഭവം. അല്ലേലിയ ജീവനും പ്രസാദവും ഉള്ള യാഗം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയോടെ ഏൽപ്പിക്കുക, അന്തരങ്ങൾ കൊണ്ട് മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്നലെ ഭക്തനായ ദാവീദ് തന്റെ ആത്മാവിനോട് തന്റെ സംസാരിക്കുന്ന ഒരു അനുഭവം. ഇന്ന് ഈ ഭക്തർ പറയാണ് എന്റെ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. ഇപ്പൊ ദാവീദ് കർത്താവിനെ സ്തുതിക്കുക മാത്രമല്ല, എന്റെ സർവാന്തരവും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് പറയുക. എന്റെ സർവാന്തരവുമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തൊന്നും വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ എന്നിലുള്ള സകല അവയവങ്ങളും കർത്താവിനെ സ്തുതിക്കണമെന്നുള്ളതാണ്. ദാവീദ് പറയാം എന്നിലുള്ള സർവ്വ അവയവങ്ങളും കർത്താവിനെ സ്തുതിക്കണം. മനുഷ്യനുള്ളിൽ ആയിരക്കണക്കിന് അവയവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് ദാവീദ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. പ്രൈസലോ. നമുക്കും അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയാത്ത, നമ്മൾ ചിന്തിക്കാതെ എന്തുമാത്രം അവയവങ്ങളുണ്ട്. നമുക്ക് എല്ലാ അവയവങ്ങളുടെ പേര് പറയാൻ അറിയത്തില്ല. നമ്മുടെ ശരീരത്തെ എല്ലാ നാഡീനരമ്പ്, ജോയിന്റ്, പേശികളുടെ, രക്തധമനികളുടെ പേരുകളൊന്നും നമുക്ക് ശിരസ്സുട്ടുള്ള കാലം വരെ എന്തോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളാണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമുക്കത് അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ബലഹീനത, എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സയ്ക്ക് ഡോക്ടറെ അഭയം പ്രാപിക്കും. അങ്ങനെ ആ ഡോക്ടറെ അഭയം പ്രാപിക്കുമ്പോൾ അല്ലേറിയ ആ ഡോക്ടറാണ് പിന്നീട് പറയുന്നത് നിങ്ങളുടെ ഇന്ന ഇന്ന അവയവങ്ങൾക്ക് കേടുപാടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ദാവീദ് എന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അനവധി അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾ കൊണ്ടെല്ലാം എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ നാഡി നരമ്പുകൾ, എന്റെ പേശികൾ, രക്തധമനികൾ, ശിരസ്സൊട്ടുള്ളങ്കാൽ വരെ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് അല്ലേലൂയ സ്തോത്രം. ആമേൻ. അവന്റെ കരൾ, ശ്വാസകോശം, ചെറുകുടല്, വൻകുടല്, പിത്തസഞ്ചി, രക്തത്തിലുള്ള ശ്വേതാണുക്കള്, ചുവന്നാണുക്കൾ, പ്ലാസ്മ, ആമി, ഹീരോഗ്ലോബിൻ എന്നിങ്ങനെ എത്രയെത്ര ആന്തരിക അവയവങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കൂടാതെ നമ്മുടെ ആമാശയ വിഭാഗങ്ങൾ, കേൾവി വിഭാഗങ്ങൾ, കാഴ്ചശക്തികൾ, നമ്മുടെ നാവ്, ചുണ്ട്, പല്ല്, അല്ലേറിയ ഉദര സംബന്ധമായി വിവിധ നിലകളിലാണ് മനുഷ്യ ശരീരത്തെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ ഈ മഹാസൃഷ്ടിയും ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ സർവാന്തരംഗവുമായി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന സകല കഴിവുകളും സകലത്തെ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടണം. ഏതെങ്കിലും ഒരു അവയവത്തിന് കേട് വന്നാൽ നമ്മൾ ബലഹീനരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള സകല അവയവങ്ങളും കേടുകൾ കൂടാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന് ആമേൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങൾ എത്രയെത്ര അനർത്ഥങ്ങളുടെ കടന്നുപോയി, ഏതെല്ലാം പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ഏതെല്ലാം മരണശൈലിയിലൂടെ കടന്നുപോയി. മരണം നിന്നെ കാർന്നെടുക്കുവാൻ വേണ്ടി മരണം നിന്നെ ആമേൻ വലിച്ചു മാറ്റാൻ ശ്രമിച്ച സന്ദർഭങ്ങൾ, മരണത്തിന് വിധേയപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, എന്തെല്ലാം കഷ്ടതകൾ. അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം നിന്റെ ശരീരാവയവങ്ങളെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്.
നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കാലിന്റെ പെരുവിരലിൽ അല്ലെ കൈയുടെ പെരുവിരലിൽ നഖമില്ലെങ്കിൽ നമ്മുടെ കൈക്കോ കാലിനോ വിരലുകൾക്ക് സൗന്ദര്യമില്ല. അപ്പൊ കൈവിരലിന് സൗന്ദര്യം കൊടുക്കുന്ന നമ്മുടെ കയ്യിലെ നഖം ആണെന്ന് നമുക്കറിയാം. കാലിന്റെ വിരലുകൾക്ക് സൗന്ദര്യം കാലിന്റെ വിരലുകളിലെ നഖമാണ്. നഖമില്ലെങ്കിൽ ആ കാലിലെ വിരലും കൈയുടെ വിരലിന്റെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നോക്കി, ദൈവം വെച്ചിരിക്കുന്നതെല്ലാം മനുഷ്യന് ഒന്നിനൊന്ന് ശ്രേഷ്ഠമായിട്ടാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയും, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം, അല്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ നിന്റെ ശരീര അവയവങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരത്തിനകത്തും പുറത്തുമുള്ള അവയവങ്ങളെ കുറിച്ച് നീ ചിന്തിച്ച് നിന്റെ ശരീരത്തിനകത്തും പുറത്തുള്ള എല്ലാ അവയവങ്ങളെയും ദൈവം നടത്തുന്നത്, നയിക്കുന്നത്, ദൈവം നിലനിർത്തുന്നത്, സംരക്ഷിക്കുന്നത് ഓർത്താൽ ലേലിയ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം കേട്ടോ. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, എന്റെ സർവാന്തരവും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ലേലിയ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് ഒരുപക്ഷെ സന്തോഷിച്ചേക്കാം. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വരണം. ഒരു കണ്ണാടിയുടെ മുമ്പിൽ വരാത്തടത്തോളം കാലം നിങ്ങളുടെ മുഖം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി, നിങ്ങളുടെ പല്ലിന്റെ ഭംഗി, നിങ്ങളുടെ ചുണ്ടിന്റെ ഭംഗി, നിങ്ങളുടെ കണ്ണിന്റെ ഭംഗി, നിങ്ങളുടെ പുരിയത്തിന്റെ ഭംഗി, നിങ്ങളുടെ കവിളുകൾ, നിങ്ങളുടെ താടി, നിങ്ങളുടെ നെറ്റി, നിങ്ങളുടെ ചെവികൾ, നിങ്ങളുടെ മൂക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ വരണം. പ്രയേശലോ. അപ്പൊ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ കടന്നു വന്ന് നിങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി നിങ്ങൾ സെന്റും സ്നോയും പൗഡറും ഒക്കെ പൂശി നിങ്ങൾ നന്നായി സുന്ദരനായി സുന്ദരിയായി നടക്കുന്നത് പോലെ, അല്ലേലിയ, നടക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ സൗന്ദര്യം ഉണ്ടാകണം. പ്രയേശലോ. നിങ്ങളുടെ പുറമേയുള്ള സൗന്ദര്യത്തിന് വേണ്ടി നിങ്ങൾ പലതും ചെയ്യുന്ന പോലെ നിങ്ങളുടെ അകത്തെ സൗന്ദര്യം, അല്ലേലിയ, നിങ്ങളുടെ അന്തരംഗത്തിനകത്ത് സൗന്ദര്യം ഉണ്ടാകണമെന്ന് ദൈവം പറയുക. അല്ലേലിയ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, സോദരം, നിന്നെ കാണുന്നവർ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴത്തക്ക നിലയിലാണ് നിന്റെ നടപ്പും പോക്കും ചിന്തയുമെല്ലാം. അങ്ങനെയല്ലേ ഓരോരുത്തരും? അതെ, ശാന്തമായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലേലിയ. അപ്പം സ്തോത്രം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്ന സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന സദൃശവാക്യം, സങ്കീർത്തനല്ല സദൃശവാക്യം 31:30 കാണുന്നത്. അപ്പം പുറമെ എന്തെല്ലാം ചെയ്താലും, പുറമെ എന്തെല്ലാം അഴകു വരുത്തിയാലും, അല്ലേലൂയ, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാണെന്ന്. എന്നാൽ യഹോഭക്തിയുള്ള സ്ത്രീ, അല്ലേലൂയ, അവൾ പ്രശംസിക്കപ്പെടും. അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരത്തിനാണ് സൗന്ദര്യം വേണ്ടത്. ഫ്രയേശ്വരോ. പുറമേയുള്ള ലാവണ്യമൊക്കെ വ്യാജമാണ്, സൗന്ദര്യമൊക്കെ വ്യർത്ഥമാണ്, അതെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾ എത്ര സൗന്ദര്യവൽക്കരിച്ചാലും അല്പം സമയം കഴിയുമ്പോൾ നിങ്ങൾ വെള്ളമെടുത്ത് മുഖം കഴുകി കഴിയുമ്പോൾ ആ സൗന്ദര്യമൊക്കെ പോകും. അല്ലേരിയ. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ ആൾക്കാരെ കാണത്തില്ല, അവരോരോ സൗന്ദര്യവൽക്കരണമൊക്കെ ചെയ്തിട്ട് അവരുടെ ചുറ്റിനും ആൾക്കാർ നിൽക്കുക, എന്തോ ടിഷ്യൂ പേപ്പറൊക്കെ ആയിട്ട് അമിറ്റൗലൊക്കെ ഒപ്പാൻ. വെള്ളം തൊടാൻ പറ്റത്തില്ല. എന്നാൽ ദാവീദ് പറയാ, എന്റെ സർവാന്തരവുമേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എനിക്ക് അവയവങ്ങൾ തന്ന ദൈവമേ, എന്റെ ഓരോ അവയവങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ദൈവമേ, എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള സൗന്ദര്യം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം കേട്ടോ. നിങ്ങളുടെ ശരീരത്തെ ദൈവം ശ്രേഷ്ഠമായിട്ടാണ് സൃഷ്ടിച്ചത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും കേടുപാട് വന്നു. മദ്യപാനിയെ സംബന്ധിച്ചാൽ മദ്യപാനം കൊണ്ട്, മയക്കുമരുന്നുകൾ കൊണ്ട്, വെറ്റിലമുറുകൾ കൊണ്ട്, പുകവലികൾ കൊണ്ട്, വഴിവിട്ട ജീവിതങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പലവിധ രോഗികളായി മാറി. ദൈവം നമ്മെ രോഗിയായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവം നമ്മെ ആരോഗ്യ ദൃഢഗാത്രനായി സൃഷ്ടിച്ചതാണ്. ഏദനിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു മനുഷ്യനായിട്ട് ആദമിനെ സൃഷ്ടിച്ചത്. അല്ലേലിയ. എനിക്കൊന്ന് ആദമിന്റെ ജീവിത പ്രായം എന്ന് പറയുന്ന 930 വർഷമായിരുന്നു. അല്ലേലിയ.
അത്രമാത്രം ദൃഢഗാത്രനായി ആമെ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപം മുഖാന്തരം അവന്റെ ജീവിതത്തിൽ ശാപം കടന്നു വന്നു, രോഗം കടന്നു വന്നു, ബന്ധനങ്ങൾ കടന്നു വന്നു. അവന്റെ ശരീരത്തോട് സാത്താൻ അവകാശം പറയാൻ തുടങ്ങി, പിശാച് അവകാശം പറയാൻ തുടങ്ങി. പിശാച് നമ്മുടെ ശരീരത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ വിവിധ രോഗത്തിനടിമയാക്കി മാറ്റി. അപ്പൊ നിങ്ങളുടെ പാപമാണ് നിങ്ങളുടെ ശരീരത്തെ ബലഹീനതയിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും അതാകട്ടോ, രക്തം ചെയ്യും. നാം അറിഞ്ഞാതെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അനവധി പാപമുണ്ട്. രഹസ്യ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, സ്വമേധ പാപങ്ങൾ. നമുക്കതെല്ലാം നമ്മളതൊന്നും അറിഞ്ഞില്ല കേട്ടെന്ന് വെച്ചിട്ടും അതെല്ലാം നമ്മുടെ കർത്താവിന് മുഖപ്രകാശത്തിലുണ്ടെന്നാണ്. രക്തം ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിയത് ഇതാണ് പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിനും പറയുമ്പോൾ നമ്മുടെ സർവാന്തരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുമ്പോൾ 92 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 92 സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 2 വാക്യം വരും. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം? അല്ലേ, അപ്പം ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു കാരണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് ഹൃദയത്തിന് ആഹ്ലാദമാകും. നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരും ദൈവത്തെ ആരാധിപ്പാൻ പ്രേരിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ പ്രായോഗികമായി അത് നല്ലതാണ്. ഇപ്പം 10 കമ്പിയുള്ള വാദിത്രം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, പറയും UCBS എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത് അത് ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളും ദേഹിയുടെ പഞ്ചേന്ദ്രിയവുമാണെന്നാണ് പറയുന്നത്. 10 നമ്മുടെ 10 കൈവിരലുകളെ ഉദ്ദേശിക്കുന്നുവെന്ന് മറ്റു ചിലരും പറയുന്നു. ലേരിയ. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ദേഹിയുടെ പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങിയത്. പ്രൈസലോ. നമ്മുടെ കൈയുടെ 10 വിരലുകളും ചേർത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. സർവാന്തരവുമായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പം ദൈവത്തിനും അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കും തോറും നമുക്ക് ദൈവിക സന്തോഷം പ്രാപിക്കാൻ കഴിയും. ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുന്നു അത്രമാത്രം സന്തോഷത്തിന്റെ സുദിനങ്ങളായി മാറും. 95 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യം വായിക്കും. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ വരിക എന്നുള്ളത്. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. അപ്പൊ ഈ ഭക്തൻ ഇതൊക്കെ എഴുതി തന്ന് ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നുകൊണ്ട് രക്ഷയുടെ പാറ സഭയായി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനത്തെയാണ് ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. സഭയായിട്ട് നീ ദൈവത്തെ സ്തുതിക്കണം. പലരും സഭ വേണ്ട, സഭായോഗം വേണ്ട, എന്തിനു സഭയിൽ പോന്നു, വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഹൃദയത്തിലെ സത്യമല്ലേ ദൈവം നോക്കുന്നത് എന്നൊക്കെ പറയുന്ന മൂഢവിശ്വാസികൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, നിന്റെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, നിന്റെ 10 കൈവിരലുകൾ കൊണ്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന സർവ അന്തരവുമായി സർവ ശരീരാവയവങ്ങളുമായി നീ ദൈവസഭയിൽ കടന്നവൻ ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. പക്ഷെ നിങ്ങളതിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങളിൽ പലരും പരാജയപ്പെട്ടു പോയി. നിങ്ങൾ 90% ജനങ്ങളും പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദാവീദ് പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല, എന്റെ സർവാന്തരവുമായി നിങ്ങളുടെ അവന്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കതിനെ പറയുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവസനി പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. ഒരാഴ്ച സഭയിൽ വന്ന പിറ്റാഴ്ച വരത്തില്ല. ഹല്ലേലൂയ. അതാ ഇന്നത്തെ സ്ഥിതി. അല്ലെ പിന്നെ പല സഭകൾ ഇങ്ങനെ ചേക്കേറി നടക്കും. അവനവന്റെ സഭയിൽ പോകത്തിൽ വേറെ സഭയിൽ പോകും, വേറെ സഭയിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടുത്തെ കുറ്റമൊക്കെ അവിടെ ചെന്ന് പറയും, അവിടുത്തെ കുറ്റം ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് വലിയ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അങ്ങനെ ഭൂഷ്ക്ക് സംസാരിക്കുന്ന വിശ്വാസികൾ, ഭൂഷ്ക്ക് സാക്ഷ്യം പറയുന്ന ഒരു സഭയിൽ പെരുകിയ അല്ലേ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുക പല സഭകളിലേക്ക്. സ്ഥിരതയില്ലാത്ത വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം രക്ഷയുടെ പാറ എന്ന് പറയുന്നത് ഇസ്രായേലിനെ മരുഭൂമിയിൽ സംരക്ഷിച്ച ദൈവത്തെയാണ്
ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷയുടെ പാറ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനത്തെ മരുഭൂമി സംരക്ഷിച്ച ദൈവം. അത് നമുക്ക് ആവർത്തന പുസ്തകം 32:15 കാണാൻ കഴിയും. അപ്പം മരുഭൂമിയിൽ ഇസ്രായേലിനത്തിന് കുടിപ്പാൻ വെള്ളം പുറപ്പെട്ട പാറയുമായി ഈ രക്ഷയുടെ പാറയെ താരതമ്യം ചെയ്യാവുന്നതാണെന്ന് പുറപ്പാട് പുസ്തകം 12:6 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അന്ന് അവർ 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 ആർത്തു, അല്ലേ? ഇന്ന് നമ്മൾ ആർക്കണം. അന്ന് പാറയെ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തപ്പോൾ ഇസ്രായേലും ആർത്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച, രക്ഷയുടെ അനുഭവം പ്രാപിച്ച സകല ദൈവമക്കളും ഇന്ന് നാം രക്ഷയുടെ ദൈവമായ ദൈവത്തിന് ആർപ്പിടണം. ഹല്ലേലൂയ. ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ലോക നിയമപ്രകാരം ഹല്ലേലൂയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺഡേ വർഷിപ്പ് എന്ന് ഞായറാഴ്ച ആരാധന. 7-ാം ദിവസം നമ്മൾ സ്വസ്ഥമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അന്ന് നമ്മുടെ ദൈവത്തിന് ആർപ്പിടുന്ന ദിവസമായിരിക്കണം. അന്ന് നീ കള്ളുഷാപ്പിൽ പോയിരിക്കരുത്. അന്ന് നീ ബീവറേജിലും ബാറിന്റെ മുമ്പിൽ പോയി നിൽക്കരുത്. ഹല്ലേലൂയ. അന്ന് നീ ചൂതാട്ട കേന്ദ്രങ്ങളിൽ പോയിരിക്കരുത്. അന്ന് നീന്റെ സിനിമാ കൊട്ടയിലും ഹല്ലേലൂയ മറ്റുള്ള സ്ഥലത്ത് നിന്റെ ജീവിതം കൊടുക്കരുത്. നീ ഞായറാഴ്ച ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കണം. അവനാണ് വിശ്വാസി കേട്ടോ. അല്ലാത്തവനാ വിശ്വാസിയാ. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, നാം ദൈവത്തെ ആർത്ത് വിളിക്കണം. അവരെ അനുഗമിച്ച ആത്മീയ പാറ എന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നെന്ന് 1 Corinthians 10 ഹല്ലേലൂയ 4 വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്ത് സ്ഥലത്തെ ഉദ്ദേശിച്ചാണ് ദൈവത്തിൽ എന്ന് പറയുന്നത് പറയുമ്പോൾ മനുഷ്യന്റെ സാങ്കല്പികമായ വിശുദ്ധ സ്ഥലമല്ല. അത് 2-3 പേർ കൂടി വരുന്നിടത്ത് ദൈവ സാന്നിധ്യമുള്ളതാണ്. 2-3 പേർ കൂടി വരുന്നിടത്ത് നമ്മുടെ സർവാന്തരവുമായി നാം ദൈവത്തെ സ്തുതിക്കണം. മരുഭൂമിയിൽ ഹല്ലേലൂയ കാട്ടിൽ ദാവീദ് ആടുകളുമായി കടന്നു പോകുന്ന വഴിയില് തന്നോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് ദാവീദ് തന്റെ അന്തരങ്ങൾ കൊണ്ട് പറയാ, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. നമ്മൾ നമ്മളോട് ഇതൊന്നും പറയാറില്ല. നമ്മൾ മറ്റുള്ളവരെ സ്തുതിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ പ്രാർത്ഥിക്കാതിരിക്കുക. പക്ഷെ നമുക്കൊരു മാതൃകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം. കൊരിന്ത്യർ ലേഖനം നാം വായിക്കുമ്പോൾ, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നവരുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ശരീരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എന്നെ കേൾക്കുന്നവർ, നിന്റെ തൊലിപ്പുറത്ത്, നിന്റെ തൊക്കിന്റെ പുറത്ത് ഹല്ലേലൂയ ഒരു ചെറിയ ഒരു കുരു വന്നാലും അത് നിന്നെ വേദനിപ്പിക്കും. അത് നിന്നെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. ചെറിയ കുരു, ചെറിയ മുഴകൾ, അത് വലിയ മുഴകളായി, അത് വലിയ പഴുത്ത ഋണങ്ങളായി, അത് അവസാനം നിന്നെ തന്നെ തകർക്കും. പാപം നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗം വരും. ശരീരത്തെ കാർന്നു നിന്നുന്ന പാപങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന് വചനം, നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് സ്തോത്രം, ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നാം കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ മന്ദിരം എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ്. അതുപോലെ പരിശുദ്ധാത്മാവാം ദൈവം അധിവസിക്കുന്ന വിശ്വാസിയുടെ ശരീരവും അതിവിശുദ്ധ സ്ഥലമായിരിക്കണം. ഹല്ലേലൂയ. മന്ദിരം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ്. സമാഗമന കൂടാരത്തിൽ. അതുപോലെ പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന, ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മുടെ ശരീരം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമായി നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഭയെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. മന്ദിരം എഫെസ്യർ 2:21 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ? കർത്താവിന്റെ ശരീരത്തെ മന്ദിരമെന്ന് വിളിച്ചിരിക്കുന്നവ കാണാൻ കഴിയും. കർത്താവിന്റെ ശരീരത്തെ മന്ദിരം. യോഹന്നാൻ 2:2 വായിക്കുന്നത്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാനത് പണിയും. തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെ നിന്നവർക്ക് മനസ്സിലായത് 46 വർഷം കൊണ്ട് പണിത ഈ ദേവാലയം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയുമോ? ഹല്ലേലൂയ.
അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ യേശു പറഞ്ഞെന്താ? അവന്റെ ശരീരമാകുന്ന മന്ദിരത്തെ എന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ശരീരമാകുന്ന മന്ദിരം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാണ്, ദൈവത്തിന് വസിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിനകത്ത് ആമേൻ ദൈവസാന്നിധ്യം നിറയണമെങ്കിൽ, ദൈവസാന്നിധ്യം നിറഞ്ഞു വസിക്കണമെങ്കിൽ ലോകത്തിന്റെ അശുദ്ധിയെ നീ വിടണം. ഹല്ലേലൂയ. രക്തം ചെയ്യും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മുഖത്ത്. അപ്പം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കുരിന്ത്യ പട്ടണത്തിൽ നമ്മൾ ചിന്തിക്കും, കുരിന്ത്യയോട് പറയുമ്പോൾ കുരിന്തിയിൽ അഫ്രോഡൈറ്റ് ദേവിയുടെ ക്ഷേത്രത്തിൽ ദുർനിറപ്പോഴി ആരാധന നടത്തുവാൻ സഹായിക്കേണ്ടതിന് ധാരാളം ദേവദാസികൾ ഉണ്ടായിരുന്നു. പിന്നീട് ദൈവിക ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് ദുർനടപ്പുണ്ടാകുവാൻ ഇവരുടെ കടന്നുകയറ്റം മുഖാന്തരമായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ അവന്റെ ഹിതം അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യയില് അഫ്രോഡൈറ്റ് ദേവിയുടെ നാമത്തിൽ ആരാധിച്ചിരുന്ന അനവധി ആളുകൾ, അന്ന് അവിടെ ഒരുപാട് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ കൊരിന്ത്യയിൽ നിന്ന് ഒരു കൂട്ടം ജനം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസികളിലേക്കും ആചാരം നുഴഞ്ഞു കയറി. ആചാരം നുഴഞ്ഞു കയറിയപ്പോഴാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ്. ഹല്ലേലൂയ. ഈ ശരീരത്തിന് വില കൊടുത്തവനുണ്ട്. ഈ ശരീരത്തിന് വേണ്ടി മറ്റൊരു ശരീരം തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ ഒരുവന്റെ രക്തം ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ശരീരം വിലയ്ക്ക് വാങ്ങിയതാ. ആ വാങ്ങിയ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ ശരീരമാകുന്ന മന്ദിരം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാ. അതിനകത്ത് വ്യാജങ്ങൾ, അശുദ്ധി പ്രവേശിക്കരുത്. രക്തം ചെയ്യും. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭക്തനായ ദാവീദിനെ പോലെ പറയണം, എന്റെ സർവാന്തരവും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് യാതൊരു നിരൂപണങ്ങളും ഇല്ല. നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല നിങ്ങൾ എത്ര കാലം ജീവിക്കുമെന്ന്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും എനിക്ക് 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, ചിലവരെ എനിക്ക് 45, 50 എന്നൊക്കെ പറയും. അപ്പൊ ഞാനങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് എങ്ങനെ കണക്ക് കൂട്ടി കിട്ടിയത്? അപ്പൊ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ട്, അത് ഞങ്ങൾ കൈനോട്ടക്കാരിലേക്ക് പോയി, ഭക്ഷ്യയാത്രക്കാരിലേക്ക് പോയി, ജ്യോത്സ്യനിലേക്ക് പോയപ്പോൾ അവർ ഞങ്ങളുടെ ആയുഷിനെ കുറിച്ച് പറഞ്ഞു. അതെ, അവര് പറഞ്ഞതല്ല നിന്റെ ആയുസ് കേട്ടോ. അവർക്ക് നിന്റെ ആയുസിനെ കുറിച്ചും നിന്റെ മരണത്തെക്കുറിച്ചും പറയാൻ കഴിയില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് വെച്ച ആയുസ് എത്രയാണ് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവ സമയമാകുമ്പോൾ ആയുസ് നിന്നിൽ അവസാനിച്ചു നീ ദൈവത്തെങ്കിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ചവന്റെ മുമ്പാകെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഓരോ അവയവങ്ങളും പ്രവർത്തിപ്പിക്കുന്നതും കർത്താവ്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. ഒരു വാഹനത്തിന്റെ ഇഞ്ചൻ പ്രവർത്തിക്കുവാൻ അതിനകത്ത് എണ്ണ ഒഴിച്ച് ആ എണ്ണ അതിനകത്ത് കത്തുമ്പോൾ ആ വാഹനത്തിന്റെ ഇഞ്ചിനുകൾ ചലിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ദൈവമാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്വാസവും ഹൃദയസ്പന്ദനവും തന്റെ കൈകളിൽ വെച്ചിരിക്കുന്നു അവൻ. അല്ലെങ്കിൽ ആകയാൽ അവനെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ ശ്വാസവും ഹൃദയത്തിന്റെ സ്പന്ദനവും ഒക്കെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചുവിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസം നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ചു പോയാൽ നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ശ്വാസവും നമ്മുടെ ശ്വാസം ഹൃദയത്തിന്റെ സ്പന്ദനമെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ദാവീദിനെ പോലെ സർവാന്തരവും വിശുദ്ധ നാമത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് നീ പിശുക്ക് കാണിക്കരുത്. ദൈവത്തെ സ്തുതിക്കുന്നതിന് പിശുക്ക് കാണിക്കരുത്. ഇത് മനുഷ്യൻ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് പിശുക്ക് കാണിക്കുന്നത്. ഇന്ന് പറഞ്ഞ ഞായറാഴ്ച പോകത്തില്ല, ഈ ആഴ്ച പോയതിൽ അടുത്ത ആഴ്ച പോകാം. പിന്നെ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കത്തില്ല. സ്വോത്രകാഴ്ച കൊടുക്കത്തില്ല, ദശാംശം കൊടുക്കത്തില്ല. ചിലർക്ക് സ്വോത്രകാഴ്ച സജ്ജി വാങ്ങി അല്ലെങ്കിൽ വാങ്ങിയ ലൈനിൽ കൂടെ കടത്തിവിടുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ട്. ഒന്നും ഇടത്തില്ല. ചില ദശാംശം കൊടുക്കത്തില്ല. ചില വിദ്വാൻമാരോട് ഞങ്ങളെല്ലാം വിട്ടിങ്ങി പോന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എൻ്റെ സഭയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളൊന്നും തരത്തില്ല, ഞങ്ങളെല്ലാം വിട്ടിട്ട് പോകുന്നവർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം. എന്നെ കേൾക്കുന്ന സ്വഭാവം, നീ എല്ലാം വിട്ട് പോകുന്നത് പോലെയാണ്
സകല മനുഷ്യരും സകലതും ഉപേക്ഷിച്ചിട്ടാണ്, അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പലതിനെ ഉപേക്ഷിച്ചിട്ടാണ് ആമേൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിനക്ക് ലഭിക്കുന്ന നന്മയുടെ ഭാഗമൊക്കെ നീ ദൈവത്തിന് കൊടുക്കണം, സർവാന്തരവും. അപ്പൊ നീ ജോലി ചെയ്ത് കിട്ടുന്ന പണവും അതിൻ്റെ ഒരു ഭാഗവും ദൈവത്തിനുള്ളതാണ്. അല്ലേ? എല്ലാം ദൈവത്തിന് കൊടുക്കണം. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ അല്ലേലിയ സ്വർഗരാജ്യം നിനക്ക് ലഭ്യമാകത്തില്ല. അല്ലേ? സൃഷ്ടാവ് സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അല്ലേലിയ. സൃഷ്ടാവ് സൃഷ്ടിച്ചതെല്ലാം അല്ലേലിയ മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ വണങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മനുഷ്യൻ ഒരുപാട് സൃഷ്ടികൾ നടത്തി. നടത്തിയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ മനുഷ്യൻ വണങ്ങുമ്പോൾ സൃഷ്ടാവ് പറയുന്നത്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ ഉണ്ടാക്കി, ഞാൻ നിന്നെ നിർമ്മിച്ചു, എന്റെ കൈകളുടെ പണിയാണ് നീ. അല്ലേലൂയ. ഞാൻ നിലത്തെ പൊടി കൊണ്ട് നിന്നെ നിർമ്മിച്ചതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. അതുകൊണ്ട് സൃഷ്ടാവായി എന്നെ നീ ആമേ വണങ്ങണം. അല്ലേലൂയ എന്ന് പറയുമ്പോൾ അതനുസരിക്കാതെ ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ കൈവേലയെ അവർ വണങ്ങിപ്പോരുന്നു. ഇതെല്ലാം സ്വർഗം കാണുക. അപ്പൊ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവനെ സ്തുതിക്കണം എന്നുള്ളതാണ്. കർത്താവിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്. അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളാണ് കേട്ടോ. രക്തം ചെയ്യും. ഏതൻ പറുദീസയിൽ ആദമിനെ ഔവ്വയും ദൈവത്തെ സൃഷ്ടിച്ച് ദൈവനെ സൃഷ്ടിച്ചത്, ഏതൻ പറുദീസ ആദമിനെ ഔവ്വയും ദൈവം സൃഷ്ടിച്ച് അവരെ ഏദൻ തോട്ടത്തിലാക്കിയത് അവർ ദൈവത്തോടൊപ്പം വസിക്കാൻ വേണ്ടിയായിരുന്നു, അവർ ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലേലിയ. എന്നാൽ നേരത്തിനുള്ളിൽ സർപ്പം അല്ലയ്യ ഹൗവയെ ചതിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും നമ്മെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ദൈവം നമുക്ക് ഭൂമിയിൽ ജന്മം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഭയത്താൽ ഹൗവയെ സർപ്പം ചതിച്ച പോലെ മനുഷ്യന്റെ ചതിവിലേക്ക് തള്ളിയിടുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതം നീ എത്രമാത്രം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ലേലിയ. ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി നിന്റെ ശരീരത്തെ നീ അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. അല്ലേലിയ. നിന്റെ ശരീരത്തെ നീ അശുദ്ധിക്ക് വിട്ടുകൊടുത്താൽ നിന്റെ ശരീരം മലിനപ്പെടും. അതുകൊണ്ടാണ് സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം അല്ലേലൂയ 6-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവരുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടുകൊടുവീൻ. മനുഷ്യൻ ചെയ്ത് ഏത് പാപവും ശരീരത്തെ പുറത്താകുന്നു. ദുർനടപ്പുകാരന്റെ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അല്ലേലൂയ അവളുമായി ഏക ശരീരമാകുന്നു. ഇതൊക്കെ ദൈവവചനം സ്പഷ്ടവും വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. സ്പഷ്ടവും വ്യക്തമായിട്ട് മറ നീക്കി വെളിപ്പെടുത്തി തരും. മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക ഭാഷയിലാണ്. അതുകൊണ്ട് നിന്റെ ശരീരമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ, നിന്റെ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തെ വേശ്യയുടെ ശരീരത്തോട് ചേർത്ത് നീ പണിയരുത്. അല്ലേ? അങ്ങനെ നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ അതിപരിശുദ്ധമായ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തെ വേശ്യയുടെ ശരീരത്തോട് ചേർത്ത് നീ നിർത്തുമ്പോൾ നീ അശുദ്ധനായി മാറും, നീ അശുദ്ധിയുള്ളവളായി മാറും. അല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കാൻ പൗലോസ് പറയുന്നത്. അല്ലേലൂയ. നമ്മുടെ ശരീരത്തെ മറ്റൊന്നിനും വിട്ടുകൊടുക്കരുത്. നിന്റെ ശരീരത്തെ നീ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് അധികാരം, ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അല്ലേലൂയ ഭാര്യയ്ക്ക് അധികാരം. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് മാത്രം അധികാരം വെച്ച് മറ്റൊരു ഭർത്താവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, മറ്റൊരു കാമുകൻ ഉണ്ടാകരുത്, മറ്റൊരു ബന്ധം മറ്റൊരാളിന്റെ മേൽ കൈവെക്കരുത്. അതുപോലെ തന്നെയാണ് ഭർത്താവിന് ഭാര്യയെ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലേലൂയ ആ ഭർത്താവിന് മേൽ മറ്റൊരു സ്ത്രീയുടെ കൈ വെക്കരുത്, മറ്റൊരു സ്ത്രീയുടെ കൈ ആ ശരീരത്തിന്മേൽ വരരുത്. ദൈവം രണ്ടുപേർക്കും അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് കടപ്പെട്ടിരിക്കുക ചെയ്യട്ടെ എന്ന വേദവസം. ഒരു ലേഖനം അല്ലേലൂയ 7-ാം അധ്യായം വായിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 7.
ഇവിടെ ജീവിത വിശുദ്ധിക്കാണ് പ്രാധാന്യം. അപ്പം ദാവീദ് വനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വനാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ 7 പേരുണ്ടായിട്ടും അപ്പനും അമ്മയുണ്ടായിട്ടും ദാവീദിന് ഒറ്റൊരു ഉടയിലും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിട്ടും ആമേൻ തന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരുമില്ല. അതുകൊണ്ട് ദാവീദ് പറയും, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്റെ ഏരിയ അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അല്ലേ, ഇതൊരു ബുദ്ധി ഉപദേശമാണ്. ഈ ബുദ്ധി ഉപദേശം പൗലോസ് റോമർക്ക് കൊടുക്കുമ്പോൾ, റോമിലെ വിശ്വാസികൾക്ക് കൊടുക്കുമ്പോൾ, റോമിലെ സഭയിലെ റോമിലെ വിശ്വാസികളെന്ന് അവരുടെ ശരീരങ്ങളെ അശുദ്ധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ദൈവ വഴി വിട്ടവർ യാത്ര ചെയ്തിരുന്നു? അവരുടെ ശരീരമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ അവർ അശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചിരുന്നു? അവർക്ക് ദൈവത്തിന് അകന്നു പോകത്തക്ക നിലയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് തെറ്റുകൾ പറ്റിയോ? ദൈവമായുള്ള ബന്ധത്തിന് എവിടെയെങ്കിലും കുറവ് വന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ പൗലോസ് പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ലേറിയ. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലരിയ, നമ്മളിൽ പകർന്ന ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളും 10 വാദിത്രം കണ്ട് 10 കൈവിരൽ കൊണ്ടും ദൈവത്തെ സ്തുതിക്കണം. ആ മെലരിയ ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ സ്തോത്രം. നമ്മുടെ കരളും ശ്വാസകോശവും ചെറുകുടലും വൻകുടലും പിത്തസഞ്ചിയും രക്തത്തിലെ ശ്വേതാണുക്കളും ചുവന്ന അണുക്കളും പ്ലാസ്മയും ഹെല്ലിയ ഹീരോഷ് ഗ്ലോബിനും എന്നിങ്ങനെ സകല അവയവങ്ങളും, നിന്റെ ആമാശയവും നിന്റെ കണ്ണും കാതും ചെവിയും നിന്റെ മൂക്കും മലരിയ നിന്റെ കൈയും കാലും നിന്റെ ശരീരം മുഴുവൻ അല്ലേ, അത് ശരീരങ്ങളെ മുഴുവൻ അല്ലേരിയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും അല്ലേരിയ. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? ജീവൻ ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടണം, രക്തം ചെയ്യാം അല്ലേരിയ. ഞാൻ ഈ പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ അങ്ങ് അമേരിക്കയിലേക്കോ ഗൾഫിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ഇറ്റലിക്കോ ഒന്നും പറഞ്ഞു വിടാൻ നല്ല പറയുന്നത്, നീ നിത്യതയിലേക്ക് പോകാൻ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പൊ നിന്റെ ശരീരത്തെ ആർക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. നിങ്ങളുടെ ശരീരത്തെ ആർക്ക് വേണ്ടി പ്രസാദമുള്ള യാഗമായിട്ടാണ് നീ സമർപ്പിക്കുന്നത് എന്റെ ഏരിയ. എന്നിട്ട് പൗലോസ് പറയാണ്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് ജീവിത സാഹചര്യത്തിന് ഈ ലോകത്ത് ഇടപഴകി പോകാൻ പറ്റത്തില്ല. ഈ ലോകമെന്ന് പറയുന്നത് നാശത്തിന്റെ പാതയില, അക്രമങ്ങളുടെ പാതയില, അത്യാഗ്രഹത്തിന്റെ ദിവ്യാഗ്രഹത്തിന്റെ വമ്പ് പറയുന്ന കുലപാതകത്തിന്റെ രക്തച്ചൊരിച്ചിലിന്റെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയതയുടെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന നമുക്ക് ഒറ്റ ജീവിതം ഈ ഭൂമി ദൈവം തന്നിട്ടുള്ളൂ. രണ്ടാമതൊരു ജീവിതം നമുക്കിവിടെ കിട്ടത്തില്ല. ചിലരൊക്കെ പറയുന്നു, ഞാൻ വീണ്ടും ജീവൻ പ്രാപിച്ചു അടുത്ത ജന്മത്തിൽ. അടുത്ത ജന്മമൊന്നും നമുക്ക് ഈ ഭൂമിയിലില്ല കേട്ടോ. ചിലരൊക്കെ പറഞ്ഞ അടുത്ത ജന്മത്തിൽ അത് ഏതൊക്കെ അങ്ങ് ആയിത്തീരുമെന്ന, അടുത്ത ജന്മത്തിൽ മറ്റെന്തൊക്കെയൊക്കെ ആയി വരുമെന്നാണ് പറയുന്നത്. അടുത്ത ജന്മം നിനക്ക് ഈ ഭൂമി കാണാൻ പറ്റത്തില്ല. അടുത്ത ജന്മം എന്ന് പറയുന്നില്ല അല്ലേ. അങ്ങനെ ഒരു സംവിധാനം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നിന്റെ മരണം കൊണ്ട് നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുക. മരണം കൊണ്ട് നിന്റെ ശരീരം മണ്ണിലേക്ക് അഴുകിച്ചേരുന്നു. നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവെന്ന് പറയുന്നത്
ആത്മാവ് നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ, നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് നീ ജീവിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരും. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങൾ അനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ മരണം കൊണ്ട് നിന്റെ മരണമാണ് നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലമാണ് മനുഷ്യന് പോകുവാനും മനുഷ്യന്റെ ആത്മാവിന് പോകുവാനുള്ളത്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തെ നരകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. നരകത്തിന്റെ പണി പണ്ടേ തീർന്നു കിടക്കുന്നതാണ്. നരകത്തിന്റെ പണി പണ്ടേ തീർന്നു. ആദ്യത്തെ കുലപാതകനായിരിക്കുന്ന കായിൻ തൊട്ട് സകല ദുഷ്ടന്മാരും നരകത്തിലുണ്ട്. എന്നാൽ ആദ്യത്തെ രക്തസാക്ഷിയുള്ളത് പറഞ്ഞ ഹാബേൽ എന്നൊക്കെ വേണം പറയാൻ. ഹാബേൽ തുടങ്ങി വിശുദ്ധന്മാരെല്ലാം സ്വർഗീയ പർദീസയിലുണ്ട്. അപ്പൊ മനുഷ്യൻ മരിച്ചതിന് ശേഷം മരണാനന്തര ജീവിതം വിശുദ്ധന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ പർദീസയും എല്ലാ അവിശുദ്ധന്മാർക്കും ഈ ഭൂമിയിൽ ഈ ലോകപ്രകാരം ജീവിച്ചവർക്ക് ലഭിക്കുന്ന നിത്യനരകവും. രണ്ടിലേത് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നി നരകം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്വർഗം തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകി തരാൻ പറ്റും, പക്ഷെ അത് പാലിക്കേണ്ടത് നിങ്ങളാ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറുവാൻ, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, നിന്റെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയുവാൻ, ആഭിചാര മന്ത്രവാദ കൂടോത്ര ശുദ്രശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ തലമുറ ഇല്ലായ്മ ചെയ്യുവാൻ മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടങ്ങളും നിന്റെ കുടുംബജീവിതത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുമ്പോൾ നീ അവയെ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് ദാവീദിനെ പോലെ എന്റെ സർവാന്തരങ്ങളുടെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കണം. നമ്മുടെ അന്തരംഗം മുഴുവൻ കർത്താവിന് കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ സത്യമാണ് അവൻ അറിയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ സത്യമാണ് ദൈവം ചിന്തിക്കുന്നത്, കാണുന്നത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പാപത്തിന്റെ കണികൾ വരാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ജീവിതത്തിലേക്ക് നീ വീണു പോകരുത്. ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം എന്റെ 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്. 21-ാമത്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും എന്നാണ്. എന്നാൽ ഈ യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലേ, നീ എന്റെ നാമം നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. ഇവിടെ ദൈവം പറയാ, യെശയ്യാ പറയാ, ഇസ്രായേലിന്റെ പാപം ക്ഷമിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശ നദികളും നൽകിയിരിക്കുന്നത് കൊണ്ടും കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. കണ്ടോ, ഇവിടെ ദൈവം പറയുന്നതാണ്, ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുത്ത് അവർക്ക് കുടിപ്പാൻ ഭൂമിയിൽ വെള്ളം കൊടുത്തു. അതുകൊണ്ട് ദൈവം പറയാണ്, കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും ദൈവത്തെ ബഹുമാനിക്കുമെന്ന്. അത്രയെങ്കിലും വിവരം നമുക്ക് വേണം കേട്ടോ. കാട്ടുമൃഗങ്ങളും ഒട്ടകപക്ഷികളും കുറുക്കന്മാരും വെള്ളം കൊടുക്കുന്ന ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്വരൂപത്തിനും സാധനം സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ച എന്നെയും നിന്റെയും ദൈവം നോക്കിയാണ് നമ്മൾ എത്രമാത്രം ദൈവത്തെ ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച ജനം. അപ്പം മനുഷ്യൻ പരിണാമ സിദ്ധാന്തത്തിൽ കൂടി കുരങ്ങന്റെ വാല് പൊഴിഞ്ഞു വന്നതല്ല മനുഷ്യൻ. അത് മൂഢവിശ്വാസികൾ പറഞ്ഞ മൂഢന്മാർ പറയുന്നതാ. കുരങ്ങന്റെ വാല് മുറിഞ്ഞാണ് നമ്മൾ ഉണ്ടായിരുന്നത്, കുരങ്ങായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് പരിണാമവാദികളുണ്ട്. പരിണാമ സിദ്ധാന്തം അത് അവർ പഠിപ്പിക്കട്ടെ. പക്ഷെ ദൈവം പറയാണ്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ദൈവം നമ്മെ നിർമ്മിച്ചു, ദൈവം നമ്മെ ഉണ്ടാക്കി, ദൈവം നമ്മെ സൃഷ്ടിച്ചു. അവന്റെ കൈപ്പണിയുടെ അവന്റെ കൈവിരലിലെ പണികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തെ സ്തുതിക്കണം. എന്നാൽ യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല,
ഇസ്രായേലേ, നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. അത് നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവും എന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അതെ, 10 കമ്പിയുടെ മാതിത്രം കൊണ്ടും വീണ കൊണ്ടും നീ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി അവൻ നൽകപ്പെട്ടു. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളും വിചാരിക്കാൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അത് യേശു നിനക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ അറിഞ്ഞാൽ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, ദാവീദിന് കിട്ടാത്ത ചില അനുഭവങ്ങളാണ് ദൈവം നമുക്ക് തന്നത്. ദാവീദ് മരുഭൂമിയിൽ തന്റെ സർവാന്തരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു, അഭിഷേകത്തെ തന്നു, വചനം തന്നു, സഭ തന്നു, ദൈവവചനത്തെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി. കർത്താവിന്റെ സന്നിധിനെ രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം മാറ്റി. നമ്മുടെ ശരീരത്തെ അതിപരിശുദ്ധ സ്ഥലമായി ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെ ശരീരത്തെ അവന്റെ മന്ദിരമായി തിരഞ്ഞെടുത്തു അവന് വസിക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ സർവാന്തരങ്ങളും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ, താഴ്ചകൾ, കുറവുകളൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിന്റെ സർവാന്തരവുമായി നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, നിന്റെ കഷ്ടങ്ങൾ മാറും, നൊമ്പരങ്ങൾ മാറും, വേദനകൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും, നിന്റെ കുടുംബത്തിലെ ശാപം മാറും. നീ നിന്റെ കുടുംബം അനുഭവിക്കുന്ന അരാജകത്തിൽ നിന്നും ദൈവം ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക. അതെ, ഇന്നു മുതൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാനാക്കി ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യ സംസ്ഥാന തൊഴിലാളികൾ, കർത്താവ് ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി, തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടാത്തവർ, ഭരണാധിപന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. രാജ്യസഭ, ലോകസഭ, സംസ്ഥാന ഗവൺമെന്റുകളെ, വിവിധ ക്രമസമാധാന പാലകരെ, നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഭൂഖണ്ഡങ്ങൾ കർത്താവ് തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി, 7 ഭൂഖണ്ഡങ്ങൾ, 800 കോടി ജനത്തിനായി, തലമുറകൾ, രാജ്യരാഷ്ട്ര തലവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ക്രമസമാധാന പാലക ജുഡീഷ്യയെ, കർത്താവ് ദൈവ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, സകല ജനത്തെയും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാവരെയും, എല്ലാ ദ്വീപവാസികളെയും, എല്ലാ ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് ആമീൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമായുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ദൈവം വസിക്കുന്ന മന്ദിരമായി ശരീരത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട്, ശരീരത്തിലെ കർത്താവ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ കർത്താവ് മാമി 10 കമ്പിയുടെ ബാധ്യതകളും ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ നീ എഴുന്നേൽപ്പിക്കണമേ. പാപത്തിന്റെ വഴി വിട്ട് മടങ്ങി വരട്ടെ, ശാപം വിട്ട് മടങ്ങി വരട്ടെ, ജനശുദ്ധീകരണം പ്രാപിക്കട്ടെ. ഈ ലോകം മുഴുവൻ പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോകുമ്പോൾ അതിൽ വ്യത്യസ്തമായി ഈ ജനത്തെ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തയും നിരാരംഭത്തിലും അശരണരും യാചകരും ഓർഫനേജ് തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ജനങ്ങളും രോഗിയെ കിടക്കുന്നവരുണ്ട്, കർത്താവ് പ്രതിസന്ധി കടന്നുകൊണ്ട്, സാമ്പത്തിക വരവ് കടമാറ്റിൽ കടന്നു ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, പലരും സർജറിക്കായി കടന്നുണ്ട്, സർജറി കഴിഞ്ഞിട്ടോ സർജറിക്ക് പണമില്ലാതെ ഭാരപ്പെടുന്നുണ്ട്, ഭവനമില്ലാത്തവർ, കർത്താവ് ഒരുത്തുണ്ട് ഭൂമിയില്ലാത്തവർ, വിവാഹപ്രായം എത്തിക്കേണ്ട സൗകര്യങ്ങൾ സൗകര്യമാർ, ആമെ കുടുംബജീവിതത്തിൽ ഛിന്നഭിന്നമായ അനുഭവം ഡിവോഴ്സിലൊക്കെ എടുക്കാം, തലമുറകൾ മധ്യത്തിൽ മൈക്ക് ലഹരി അടിമപ്പെട്ട് കിടക്കുന്ന ആമെ വിവിധ തലങ്ങളിൽ ഞങ്ങളുടെ രാജ്യരാഷ്ട്രങ്ങൾ തകർന്നുകൊണ്ട് തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ രാജ്യത്തെ നശിപ്പിക്കാൻ, തലമുറ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് നൽകി കർത്താവ് ശുദ്ധീകരണത്തിനായി സകല ജനങ്ങളും മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.